എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. 63 ദിവസങ്ങൾ നീണ്ട IPL 2024 ക്രിക്കറ്റ് പൂരത്തിനും അങ്ങനെ അവസാനമാകാൻ പോവുകയാണ്. ചപ്പോക്കിലെ വാശിയേറിയ പോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും മുഖാമുഖം വരാൻ പോവുകയാണ്. ഹാട്രിക് കിരീടമാണ് KKR ലക്ഷ്യം. എന്നാൽ രണ്ടാം IPL കിരീടമാണ് SRHന്റെ ലക്ഷ്യം. ഒട്ടും എളുപ്പമാകില്ല ടീമുകൾക്ക് ഡ്യൂ ഫാക്ടറൊക്കെ അതിജീവിച്ച് ചപ്പോക്കിൽ വിജയക്കൊടി പാറിക്കണമെങ്കിൽ. അപ്പോൾ SRH വേഴ്സസ് KKR മാച്ച് പ്രിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാനെ തകർത്താണ് SRHന്റെ വരവ്. സോ അന്നത്തെ മത്സരം നടന്ന അതേ പിച്ചിലായിരിക്കും ഇന്നത്തെ മത്സരം ഫൈനലും നടക്കാൻ പോകുക എന്നാണ് നിലവിൽ വരുന്ന അപ്ഡേറ്റ്. സോ നമ്മളെ രണ്ടാം ക്വാളിഫയർ നമ്മളെല്ലാവരും കണ്ടതാണ്. മികച്ച വിജയത്തിലേക്ക് നീങ്ങുമ്പോൾ തോന്നിച്ച രാജസ്ഥാനെ സ്പിന്നർമാരെ കൊണ്ടുവന്ന് കളിതിരിച്ച SRH ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിനൊക്കെ തന്ത്രം വളരെ ഫലപ്രദമായി തന്നെ കണ്ടതാണ്. ഡ്യൂ ഫാക്ടർ ഒന്നും വരുമെന്ന് പ്രതീക്ഷയെങ്കിൽ പോലും രണ്ടാമത് ബാറ്റ് ചെയ്യാൻ എത്തിയപ്പോൾ ഡ്യൂ ഫാക്ടർ ഒന്നും ഇല്ലായിരുന്നു. സോ അങ്ങനെ ആ പിച്ചിലാണ് ഇന്നത്തെ കലാശ പോരാട്ടവും നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രസ് മീറ്റിംഗിൽ രണ്ട് ക്യാപ്റ്റന്മാരോടും ഡ്യൂ ഫാക്ടറെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. സോ അതിൽ പാറ്റ് കമ്മിൻസിന് ഉത്തരം ഡ്യൂ ഫാക്ടർ ഉണ്ടെങ്കിലും SRH കപ്പ് ഉയർത്തുമെന്ന് തന്നെയാണ്. എന്നാൽ KKRന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഡ്യൂ ഫാക്ടർ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ പ്രകടനത്തിൽ തന്നെയാണ്. സോ അങ്ങനെ വാക്കുകൾ കൊണ്ടും പ്രകടനം കൊണ്ടും തീപാറിക്കുന്ന രണ്ട് ടീമുകൾ. IPL 2024 ആരായിരിക്കും കൊട്ടിക്കലാശത്തിലെ ജേതാവാകാൻ പോകുന്നത്? ഇനി ചപ്പോക്കിലെ പിച്ച് പൊതുവെ സ്പിന്നർമാർക്ക് ഗുണകരമാകുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, രണ്ടാം ക്വാളിഫയറിൽ ആദ്യം SRH ബാറ്റ് ചെയ്തപ്പോൾ സ്പിന്നർമാർക്ക് ഒരു വിക്കറ്റ് പോലും, രാജസ്ഥാൻ്റെ സ്പിന്നർമാർക്ക് ഒരു വിക്കറ്റ് പോലും നേടാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ചേസ് ചെയ്യാനെത്തിയപ്പോൾ SRHന് സ്പിന്നർമാരായിരുന്നു കളി തിരിച്ചത്. ഇമ്പാക്ട് പ്ലെയറായിട്ട് വന്ന് ഷഹബാസ് അഹമ്മദ് 3, അതോടൊപ്പം തന്നെ അഭിഷേക് ശർമ്മ 2 വിക്കറ്റുമൊക്കെ നേടി കളി തിരിച്ച് നമ്മൾ കണ്ടതായിരുന്നു. സോ ഇരു ടീമിലും എസ്പെഷ്യലി KKRൽ മികച്ച സ്പിന്നർമാരുണ്ട്. സുനിൽ നരേൻ, അതോടൊപ്പം തന്നെ വരുൺ ചക്രവർത്തി, ഇനി ഒരുപക്ഷെ ഇമ്പാക്ട് പ്ലെയറായിട്ട് സുയാഷ് ശർമ്മയെ പോലുള്ള ഓപ്ഷൻസും അവർക്കുണ്ട്. SRHലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഷഹബാസ് അഹമ്മദും അഭിഷേക് ശർമ്മയും തന്നെയായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളൊപ്പം കഴിഞ്ഞ മത്സരത്തിൽ ഒരു അഡീഷണൽ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ബോളറായിട്ട് കൊണ്ടുവന്ന ഏഡൻ മാർക്കറത്ത് കൂടി അവർ പരിഗണിച്ചേക്കാം. സോ അങ്ങനെ സ്പിന്നർമാർക്ക് മികച്ച പ്രകടനം നടത്താൻ പറ്റുന്ന ചപ്പോക്കിലെ ഫൈനൽ മത്സരത്തിൽ ആരായിരിക്കുമെന്ന് വെന്നിക്കൊടി പാറിക്കാൻ പോകുന്നത്. ഇരു ടീമിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഗൗതം ഗംഭീറിൻ്റെ ടാക്ടിക്സ് തന്നെ ഇന്നും KKR കളിക്കളത്തിൽ വളരെ ഫലപ്രദമായി തന്നെ വിനിയോഗിക്കും. KKRലേക്ക് വരുവാണെങ്കിൽ ശ്രേയസ് അയ്യർ, റിങ്കു സിംഗ്, അതോടൊപ്പം തന്നെ ഫിൽ സോൾട്ട്, റഹ്മാനുള്ള ഗുർബാസ് തന്നെയായിരിക്കും ഇന്നും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്തുക. സുനിൽ നരേൻ തുടങ്ങിയ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരയും ഒപ്പം ആന്ധ്ര റസലും റിങ്കു സിംഗും അടങ്ങുന്ന വെടിക്കെട്ട് ഫിനിഷർമാർ. ബൗളിങ്ങിലേക്ക് വരുവാണെങ്കിൽ വരുൺ ചക്രവർത്തിയുടെ മികച്ച പ്രകടനം തന്നെയാണ് KKRന്റെ കരുത്ത്. SRHലേക്ക് വരികയാണെങ്കിൽ അവരുടെ ബാറ്റർമാർ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ അഭിഷേക് ശർമ്മ അല്ലെങ്കിൽ ട്രാവിസ് ഹെഡ് തുടങ്ങിയ ഓപ്പണർമാർ കഴിഞ്ഞ അവസാനം കുറച്ച് മത്സരങ്ങളിൽ അല്പം പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നില്ല. പക്ഷേ എങ്കിലും രാഹുൽ ത്രിപാഠി ആ ഒരു വൺഡൗണായി എത്തി മികച്ച രീതിയിൽ പെട്ടെന്ന് റണ്ണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അവർക്ക് കരുത്താകും. പാറ്റ് കമ്മിൻസിൻ്റെ മികച്ച തന്ത്രങ്ങൾക്കൊപ്പം ഭുവനേശ്വർ കുമാറും നടരാജനും ഒക്കെ പന്തെറിഞ്ഞാൽ കൂടി SRHന് അനായാസം രണ്ടാം IPL കിരീടം ഉയർത്താം. സോ അങ്ങനെ വാശിയേറിയ പോരാട്ടം തന്നെ കാത്തിരിക്കാം. ചപ്പോക്കിൽ നിന്ന് ആര് IPL 2024 കിരീടം ചൂടും?